ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വന്നല്ലോ ഈ ഒരു മഴമാണ്. ഒരു പഴയ സ്പ്രോക്കറ്റും അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ വലിയ തിരക്കില്ലാത്തൊരു മഴ ഉണ്ടാക്കിയെടുക്കാം. പറഞ്ഞത് ശരിയാ, അത്യാവശ്യം പവറൊക്കെ ഉണ്ട്. ഗാരേജിലേക്ക് പോകല്ലേ. ഇതാണ് നമ്മുടെ സാധനം. ഒരു NSൻ്റെ സ്പ്രോക്കറ്റാണിത്. അപ്പോൾ അത് കിട്ടിയപ്പോൾ വെറുതെ അങ്ങനെ കിടന്നപ്പോൾ ഒരു ഐഡിയ തോന്നിയതാണ്. വേറെ ചാനലൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് വേറെ ടൈപ്പാണ്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു കഷ്ണം വെട്ടിയെടുക്കുക. ഇതാണ് നമ്മൾ മഴ. അതിന് ഹാൻഡിലിന് ഒരു പൈപ്പ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുക. 3/4 GP പൈപ്പാണ് ഹാൻഡിലായിട്ട് നമ്മൾ എടുത്തിട്ട് 1.5 അടി നീളത്തോളം ഉണ്ടാവും. പിന്നെ അതിനുള്ളിലേക്ക് നമ്മൾ ഫ്രണ്ട് ടോപ്പ് ഭാഗത്ത് ഒരു കനത്തിന് വേണ്ടിയിട്ട് പൈപ്പ് ചതയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്വയർ റാഡ് നമ്മൾ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. അത് മാത്രമല്ല, കോഡർ എപ്പോഴും ഒരു ഫോർവേഡ് വെയിറ്റ് ഉള്ളൊരു ടൂളായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മൾ അതിനുള്ളിൽ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 ഇഞ്ചോളം അടിച്ച് കയറ്റിയിട്ടുണ്ട്. അത് നമ്മൾ ഇളകിപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്തു. അടുത്ത നമ്മളെ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്പോക്കറിൻ്റെ ഒരു പീസ് അതിൽ വെച്ച് വെൽഡ് ചെയ്യുക. പിന്നെ എന്താ പറയുക, കംപ്ലീറ്റ് വെൽഡ് ചെയ്യാൻ പോവാണ്. ഇത് സംഭവം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അത് വലിയ റിസ്ക് ഒന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാരണങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ സ്പോക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ഹാർഡൻഡാണ്. അപ്പോൾ ടെമ്പറിങ്ങിൻ്റെ കാര്യം വലിയ മോശമില്ലാതെ തന്നെ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന ചെറിയൊരു പീസ് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് വെക്കാനാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു വെയിറ്റ് കുറച്ചുകൂടി ഒന്ന് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ, പിന്നെ കാണാനൊരു ഭംഗി അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിങ്ങനെ എത്ര റിസ്ക് എടുത്ത് വെക്കണം എന്നൊന്നുമില്ല, സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് ചെയ്താലും മതി. സംഭവം അവിടെ ഒരു വെയിറ്റ് ഇട്ടാനുള്ള ഉദ്ദേശമല്ല, നമ്മളൊരു കാണാനൊരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കോർണറുകളൊക്കെ ഗ്രൈൻഡ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാവർക്കും ചെയ്ത് നോക്കാം. അത് അത്യാവശ്യം വെൽഡിങ്ങും ഗ്രൈൻഡിങ്ങും ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അത്യാവശ്യം നമുക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് വലിയൊരു കുഴപ്പമൊന്നും തോന്നുന്നില്ല. എല്ലാവരും ചെയ്ത് നോക്കുക, പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരാനുണ്ട്. അത് വന്നാൽ പെട്ടെന്ന് തന്നെ അറിയാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളതിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ, അതായത് നമ്മളെ കട്ടിങ് എഡ്ജ് അത്യാവശ്യം ഒന്ന് മൂർച്ച കൂടണം. കുറച്ച് നേരം തന്നെ ഗ്രൈൻഡ് ചെയ്യാനുണ്ടാവും, കുറച്ച് അധികം നേരം തന്നെ ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഇതിനൊരു 6 mm 6 mm തിക്നെസ് ഉണ്ട്. അത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കൂർപ്പിച്ചെടുക്കണം. അപ്പം എത്രയും വൈഡായിട്ട് ചെയ്യുന്ന അത്രത്തോളം ഷാർപ്പാക്കി എടുക്കുക. അതിനനുസരിച്ച് തന്നെ ഇതിൻ്റെ നമ്മളെ നാട്ടിലൊക്കെ വായ്ത്തല എന്നാണ് പറയുക. ഈ കട്ട് ചെയ്യുന്ന എഡ്ജ് ഉണ്ടല്ലോ, ആ മൂർച്ചുള്ള ഭാഗം, അത് തിക്നെസ് കുറയുന്നതിനനുസരിച്ച് ബലം കുറയും. സംഭവം ഉള്ളിയരിയാനുള്ളതൊന്നല്ല, മരം വെട്ടാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം തിക്നെസ് വേണം. അപ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് ടാപ്പറാക്കി 2 സൈഡ് ഒരേപോലെ ടാപ്പറാക്കിയിട്ട് റഫായിട്ടൊന്ന് നല്ല ഗ്രൈൻഡിങ് ചെയ്ത് വെച്ചിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു ഷേപ്പായി വന്നിട്ടുണ്ട്. ഗ്രൈൻഡ് ചെയ്ത് ഏകദേശം അതിൻ്റെ ഒരു ടാപ്പർ ഷേപ്പ് വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കളർ മാറണുണ്ട്. അതെന്താ വെച്ചാൽ ഹീറ്റാകുമ്പോൾ വരുന്ന മെറ്റീരിയലിൻ്റെ ഒരു ഹാർഡ്നെസ്സിൻ്റെ ചേഞ്ച് കാരണമാണ് ആ കളർ മാറുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ടെമ്പറായിട്ടുള്ള സാധനമാണെന്ന് എനിക്ക് മനസ്സിലായ എങ്ങനെ വെച്ചാൽ, ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ടെമ്പറിങ്ങിന് വേണ്ടി നമ്മളടുത്ത് ഇത് ചൂടാക്കാനുള്ള കാച്ചാനും സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ളൊരു ഒരാൾ, ഒരു അയൽവാസി തന്നെ ഇതിൻ്റെ വർക്ക് എടുക്കുന്ന ആളുണ്ട്. അപ്പോൾ അങ്ങനെ അടുത്ത് പോയി ചൂടാക്കാൻ പോയപ്പോൾ നമ്മൾ ജസ്റ്റ് അരം കൊണ്ടൊന്ന് രാഗി നോക്കി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹാർഡ്നെസ് ഉള്ളതാണെന്ന് വെച്ചാൽ അരം ഒറ്റയടിക്ക് പിടിക്കില്ല, ഒന്ന് സ്ലിപ്പായി കളിക്കും. അപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം ഹാർഡ്നെസ് ഉണ്ടായിരുന്നു. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നടക്കായിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ പോയപ്പോൾ അങ്ങനെയാണ് വന്നത്. ഇതേപോലെ അരം കൊണ്ട് നമ്മൾ രാഗി നോക്കുമ്പോൾ സ്ലിപ്പാവേണ്ടത്. അതിൻ്റെ മുകളിൽ പിടിയുന്ന പാടുകളൊന്നും വല്ലാതെ വരുന്നില്ല. അപ്പോൾ അത്യാവശ്യം ഹാർഡാണ്. എഡ്ജും കാര്യങ്ങളും ഹാർഡായതുകൊണ്ട് നമ്മൾ പിന്നെ സെപ്പറേറ്റ് ഹാർഡനിങ്ങും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്തപ്പോൾ നല്ല ചൂടായി നിന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്, കളറൊക്കെ മാറി. ആ സമയത്ത് നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിൽ മുക്കി ജസ്റ്റ് ഒന്ന് ടെമ്പർ ചെയ്തിരുന്നു. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു സ്റ്റീലൊക്കെ പോളിഷ് ചെയ്യുന്നൊരു വീലുണ്ട്, ഇതേപോലത്തെ ഫ്ലാപ്പ് വീല്. അതിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യാൻ പോവാം.
അപ്പോൾ എന്ന് വെച്ചാൽ അത് എഡ്ജ് കുറച്ചുകൂടി ഒന്നും മൂർച്ച ഉണ്ടാകും. പിന്നെ പോരാത്ത നേരത്തെ വീലിൻ്റെ അത്ര തന്നെ ചൂടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത ടെമ്പറിങ്ങും കാര്യങ്ങളൊന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ അതിനാണ് അത് വെച്ച് ചെയ്യുന്നത്. പിന്നെ കാണാൻ വൃത്തി ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീല് പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എമിലി പേപ്പർ നനച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു കല്ലും കൂട്ടിയിട്ടൊന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കത്തി മുറിച്ചാക്കണ കല്ലില്ല, അത് നല്ല ഫിനിഷിങ് കിട്ടും, എഡ്ജ് നല്ല ഷാർപ്പായിട്ട് കിട്ടും. അടുത്ത് നമുക്കത് ഒരു കളർ കൊടുക്കണം, പെയിൻ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ ചുവപ്പ് കളറാണെങ്കിൽ കാണാൻ ഭംഗി, പക്ഷേ ചുവപ്പ് കിട്ടിയില്ല. അപ്പോൾ ബ്ലാക്ക് നമ്മുടെ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിക്കാനുള്ള രീതിയിൽ ഒന്ന് ബ്ലാക്ക് ഒന്ന് പൂശിയെടുക്കുകയാണ്. അങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ ഏകദേശം ഫിനിഷിങ്ങിലേക്കായി. ഇനിയിപ്പോൾ എന്താണ് ഇപ്പോൾ ഇതൊന്ന് വെട്ടി നോക്കുമോ, ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. ഇതുകൊണ്ടിപ്പം ചീമക്കൊന്നയുടെ കൊമ്പോ അടിക്കാട് വെട്ടാനോ കൊള്ളാം, തീരെ മൂർച്ചയില്ല. നല്ല മൂർച്ചയുണ്ട്, വെട്ടുപിള്ളച്ച. എന്നാ ഞാൻ പോയി അടിക്കാട് വെട്ടി വെച്ച് വരാം. ഈ പിള്ളേച്ചൻ വെറുതെ നുണ പറഞ്ഞ കേട്ടോ, ഇതേ കണ്ടില്ലേ, ഈ പരിപാടിക്കൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉഷാറല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.